കേരളം നിതിന്റെ കുടുംബത്തിനൊപ്പം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിതിൻ ജീവനൊടുക്കിയ സംഭവം അത്യന്തം വേദന ഉളവാക്കുന്നത്. പുരോഗമന കേരളത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് നിതിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. കേരളം ആർജിച്ച മൂല്യങ്ങൾ കൈമോശം വന്നോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടം. മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമെന്നും മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഈ സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അത് മുഖ്യമന്ത്രിയുടേതാണ്. വിശദാംശം. തീർച്ചയായും ഷാമിലി, ഈ മരണം സംഭവിച്ച് ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി അത് പ്രതികരിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് അംബേദ്കർ ജയന്തിയാണ്. ഈ ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ട ഒരു നേതാവായിരുന്നു അംബേദ്കർ. ഈ അംബേദ്കർ ജയന്തി ദിവസത്തിൽ തന്നെ ഈ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് അംബേദ്കറുടെ ചിത്രം കൂടി പങ്കുവച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പും അതിനോടൊപ്പം തന്നെ ഈ പ്രതികരണവും ആരംഭിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പറയുന്നത് കേരളം നിതിൻ രാജിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്നാണ്. നിതിൻ ജീവനൊടുക്കിയ സംഭവം അത്യന്തം വേദന ഉളവാക്കുന്നതാണ്. പുരോഗമന കേരളത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വരുന്നത്. കേരളം ആർജിച്ച മൂല്യങ്ങൾ കൈമോശം വന്നോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടമാണിത്. നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കാരണം ഈ ക്യാമ്പസുകളിലെ ജാതി വിവേചനവും റാഗിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണമെന്ന ആവശ്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അത് പരിഗണിക്കാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ റാഗിംഗ് നിയന്ത്രണവുമായി സംബന്ധിച്ചുള്ള UGC മാർഗനിർദ്ദേശങ്ങൾ അത് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാമിലി, ശരി, ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.